വേണ്ടിയിട്ട് കയറിയതാണ് ഞങ്ങൾ മുമ്പ്. ഇത് നമ്മൾ ഏതാ റോഡ് ചേട്ടാ? ക്രിസ്കാണ്. ചേട്ടനെ കാണാത്തവരും കൂടെ കണ്ടോളൂ. All the best, Deva. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് നിലമ്പൂർ ക്രിസ്പെല്ലോയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞ് സ്വീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്, കേക്ക് കേട്ടോ. അപ്പോൾ ഇത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓഫീസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഓഫീസിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് എടുക്കുന്നത് കേട്ടോ. രാവിലെ തന്നെയായിരുന്നു ഞാൻ വന്നൊരു 10:30 ആയപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു വിശേഷങ്ങളൊന്നും അല്ല. നമുക്കൊരു ചെറിയ ചാനലുള്ളത് അവിടെ ഓഫീസിലെല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പരമായിട്ട് ചാനലിൽ നിന്ന് ഏണിങ്സൊക്കെ അത് പൈസ കിട്ടാൻ തുടങ്ങി എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിലവ് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ചിലവ് ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് വാങ്ങിയിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ കേട്ടോ, സുജാമാഡാണ്. മാഡം തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല സോഷ്യലായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. സ്റ്റാഫുകളെല്ലാവരും നമ്മളൊക്കെ അവരെ താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ഒരു റീഡിങ് സ്റ്റാഫാണ് കേട്ടോ. PSCയിൽ കയറിയതുപോലും അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും. പക്ഷേ എല്ലാവർക്കും നല്ല സോഷ്യലായിട്ട് എല്ലാവരും നല്ലപോലെ എല്ലാവരോടും ഇടപഴകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, എല്ലാവരോടും നല്ല ബഹുമാനം മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളെ അങ്ങനെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് അങ്ങനെ പറയില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആളുകളാണ് കേട്ടോ, കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ഇത്രയും സ്റ്റാഫല്ല ഉള്ളത്, ഫീൽഡിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ എത്ര സ്റ്റാഫാണ് ഇപ്പോഴും ഇവിടെ കറക്റ്റ് എനിക്കറിയില്ല. ഞങ്ങൾ എന്താ പറയുക റീഡിങ്ങിന് പുറത്ത് പോകുന്ന സ്റ്റാഫുകളാണ് അധികം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയ കേക്കാണ് വാങ്ങിയിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, കാരണം തികയോ എന്താണെന്ന് അറിയില്ല കേട്ടോ. വളരെ ചെറിയൊരു കേക്കാണ്. അപ്പോൾ സാജി സാറ് പറയുകയും ചെയ്തു, കേക്കിൻ്റെ വലിപ്പത്തിലൊന്നും അല്ലല്ലോ, ഒരു മധുരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മാഡത്തിനോട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനും മാഡം ഒരേ കളറാണെന്ന് പറഞ്ഞ് ഇട്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. സ്വാഭാവികമായിട്ട് എന്താ പറയുക, അവിടെ വന്നപ്പോൾ അങ്ങനെ. അതുപോലെ ബീനേച്ചി ഒക്കെ പച്ചയാണെന്ന്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാണ് എല്ലാ കാര്യത്തിനും, നമുക്ക് പറഞ്ഞു തരാനും എല്ലാത്തിനും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കേക്ക് ഓഫീസിൽ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ചാനലൊക്കെ ഉയരങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതുപോലുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നൽകാമല്ലോ. പിന്നെ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ അപ്പോൾ ആ സമയത്ത് ഓഫീസിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് കിട്ടി. ഒരു ചെറിയൊരു പീസാണെങ്കിലും എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ബാക്കി ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അവരൊക്കെ ഇപ്പോൾ വിചാരിക്കേണ്ട ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത്. നമുക്ക് ഇനി പിന്നെ എപ്പോഴെങ്കിലും അടുത്ത് നോക്കാം. പിന്നെ വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. കൺഗ്രാജുലേഷൻ. അത് നമ്മളെ ഇവിടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു മന്ത്ലി ഇൻകം കിട്ടിയതിൻ്റെ ഒരു ചെലവ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ വെച്ചിട്ട് ഞങ്ങൾ ആഘോഷമായിട്ട് കൊണ്ടുപോയി കേക്കും തൈകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് ഇവിടെ എത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആശംസിച്ചു. All the best, Deva. ഇതാണ് നിങ്ങൾ സാർ കേട്ടോ. എന്താ അടിപൊളി. ഇതെന്താണെന്നറിയോ, ഷാജിയേട്ടനെ വലിയ കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മഴയത്ത് നിന്നിട്ട് ഒരു റീലൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജിയേട്ടൻ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കറക്കൊക്കെ കറങ്ങി അത് നമുക്ക് ഷോട്ടിന് വേണ്ടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നു. പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ചാലിയാറിൻ്റെ കണ്ടോ പുഴയിലെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. ഒക്കെ നല്ല കലങ്ങിയ വെള്ളമാണ് കേട്ടോ.
അപ്പോൾ വലിയ വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിത് തിരിച്ചു പോരുന്ന വഴിക്ക് ഇത് നമ്മളെ കരുളായി, നിലമ്പൂരിൽ നിന്ന് കരുളായി റോഡ് ഉണ്ടല്ലോ, അവിടെ റോഡ് സൈഡിൽ ഒരു കാക്ക ഇതുപോലെ പരിപ്പ് വട വിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് വട ഞാൻ മുമ്പും വാങ്ങിയിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ടിരിക്കണ പരിപ്പ് വട കേട്ടോ, 8 രൂപയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പരിപ്പ് വടയും പിന്നെ 2 സമൂസയല്ലേ, സമൂസയും വാങ്ങി. നല്ല അടിപൊളി സമൂസ കേട്ടോ, 8 രൂപയുള്ളൂ. നമ്മൾ പുറത്തൊക്കെ കടയിൽ 10 കൊടുക്കാൻ വേണം. 10 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഈ കാക്ക ഇവിടെ ഈ വഴിയോരത്ത് ഇങ്ങനെ വണ്ടിയിൽ വെച്ച് കച്ചവടം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കണ്ടേ, ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങി നോക്കുകൊണ്ടു. അപ്പോൾ അറിയാം ഈ പരിപ്പുവടേൻ്റെ ടേസ്റ്റ് കേട്ടോ. ചായയൊന്നുമില്ല കേട്ടോ, വെറും പരിപ്പുവട മാത്രം. അപ്പോൾ ഞാനത് മക്കൾക്കും വാങ്ങിയിട്ട് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.